അല്ല കൊറേ ഊറ്റി കൊറേ തിന്നിട്ട് ആ തള്ളനെയും ചവിട്ടി നാണുണ്ട നിങ്ങക്ക്. ഷിയാസ് എൻ്റെ 2-3 വയസ്സിന് മൂത്തതാണ്. പക്ഷെ എൻ്റെ അനിയൻ തന്നെയാണ് ഷിയാസ്. അപ്പം 2 വയസ്സിന് മൂത്താണ്, അനിയനായിട്ട് കാണുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ അലിഗേഷൻസും. എല്ലാവർക്കും നമസ്കാരം. ഷിയാസ് കരീമിന്റെ കേസ് ആകെ മൊത്തം ചളവും കൊളുവായി. ഇതിൽ റണാസുന ഷിയാസ് കരീമിനെ വീട്ടിൽ വിളിച്ച് വരുത്തി കയറ്റിയതും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എല്ലാം കൂടി നമുക്ക് ഇതിൽ അരിച്ച് കലക്കി കുടിക്കാം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ഷിയാസ് കരീമിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്തായാലും ഒരു കാര്യത്തിൽ ഞാൻ അവനെ തെറ്റു വരത്തില്ല. അവൻ ആരെയും കയറി പേപ്പിച്ചില്ല. ആ കൺസെന്റോട് കൂടിയാണ്. അതും 45 വയസ്സെങ്ങാണ്ട് ആ സ്ത്രീക്കുണ്ട്. പക്ഷെ ഇവൻ വന്നിരുന്ന വീഡിയോയിൽ പറഞ്ഞ 60 വയസ്സായ അമ്മച്ചി എന്ന്. അമ്മച്ചി വെറിയനായിരുന്നല്ലേ നീ? അത് പോട്ടെ. അങ്ങനെ എന്നിട്ടും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിതിൽ ഒട്ടും യോജിക്കാൻ പറ്റാത്ത കേസ്. ഇവൻ പൈസ ക്യാഷ് എന്ന് പറയുന്ന സാധനം 10-65 ലക്ഷം അവരെ മൂഞ്ചിപ്പിച്ച് വാങ്ങി. അതിപ്പോൾ അവർ കൊടുത്തതായാലും ഇവന്റെ കൂടെ ഉള്ള സ്നേഹത്തിന്റെ പുറത്തായാലും ഇവൻ തട്ടിപ്പാണ് ഇന്റൻഷ്യലി അവിടെ നടത്തിയിട്ടുള്ളത്. അവൻ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കേട്ടോ, അത് തെളിയിക്കണം. ഓക്കെ, ഇവൻ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് ഇവൻ ചോദിക്കുന്ന വോയിസ് അടക്കം നമ്മൾ കേട്ട സ്ഥിതിക്ക് ഇവൻ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവൻ മൂഞ്ചിപ്പിച്ചത് തന്നെയാണ്. ഓക്കെ, അത് സർവ്വസാധാരണമായ വിഷയം. അതിന് ഇവനെതിരെ കേസ് എടുക്കണം, നടപടി എടുക്കണം. പിന്നെ കൺസെന്റോട് കൂടി ചെയ്ത പരിപാടി കോടതിയിൽ പോകുമ്പോൾ ഒത്തു വരത്തില്ല. അതിന്റെ റീസൺ കോടതി തെളിയും, ഇത് പീഡനമില്ല, കൺസെന്റോട് കൂടിയുള്ള പരിപാടിയാണെന്ന്. അതുകൊണ്ട് അത് മൂഞ്ചത്തേ ഉള്ളൂ. 45 വയസ്സായ അമ്മച്ചിയല്ല ആന്റിക്ക് ഈ ലവന്റെ അടുത്ത് എന്താണ് കാര്യമെന്നും കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. ആന്റിയും പോയി പങ്കിട്ടല്ലോ, എന്നിട്ട് വന്നിട്ട് കണവണ പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. ഷിയാസിന്റെ ഭാര്യ ഷിയാസിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ ഷിയാസിന്റെ ഈ വോയിസ് ഒക്കെ വരുന്നതിന് മുന്നേ ആണ് ഇവർ സപ്പോർട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വന്നതിന് ശേഷം അവരിനി മിണ്ടത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ദഫ്ര ഷിയാസിന്റെ ആ ഒരു പ്രതികരണം കേൾക്കാം. ഡോണ്ട് വെറി ബേബി, വി ഹാവ് ഓൾ പ്രൂഫ്, വി വിൽ ഗോ ഹെഡ് എന്ന് പറഞ്ഞും കൊണ്ട് ആണ് ഈ പറയുന്ന ദഫ്ര, അതായത് ഷിയാസിന്റെ വൈഫ്, ഒരു കമന്റ് ഒക്കെ ഇട്ടിട്ടുള്ളത്. അതിനുശേഷം അവർ പറയുന്ന കാര്യം കേൾക്കാം. സീരിയസ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷിയാസ് ഇവിടെ മൂഞ്ചി. കല്യാണത്തിന് മുന്നേ ഉണ്ടായിരുന്ന ബന്ധം എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കുക. കല്യാണത്തിന് ശേഷം ഇവൻ ഈ ബന്ധം കണ്ടിന്യൂ ചെയ്തില്ല എന്ന് പറയുന്നു. എന്നാൽ ആ സ്ത്രീയോട് പറഞ്ഞു കണ്ടിന്യൂ ചെയ്യാം, കല്യാണത്തിന് ശേഷം നിങ്ങളെ ഞാൻ സൈഡ് വെച്ചേക്കാം എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടത്. ഞാനൊരു കാര്യം പറയാം, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ സൈഡ് വെക്കാമെന്ന് പറയുന്ന ഷിയാസിന്റെ വോയിസ് നിങ്ങൾ കേട്ടല്ലോ. അങ്ങനെ പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്ത്രീ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇവന്റെയൊക്കെ കൂടെ ഇരിക്കാൻ ശ്രമിക്കുമായിരുന്നു. പൈസ വാങ്ങി മൂഞ്ചിപ്പിച്ച് മുക്കിച്ചപ്പോഴും ഒക്കെയാണെന്ന് തോന്നുന്നു ഈ ഒരു സംഭവങ്ങളെല്ലാം അവർ പുറത്തു കൊണ്ടുവരുന്നത്. അത് പുറത്തു കൊണ്ടുവരാനുണ്ടായ മെയിൻ റീസൺ ഇപ്പോഴത്തെ ബീഫിന്റെ കേസാണ്. അനുമോളുമായിട്ടുള്ള ആ ഒരു ബീഫിന്റെ കേസിലാണ് ഇവൻ അവന്മാര് പണി കൊടുത്തതാണ്. അതാണ് അതിന്റെ സത്യാവസ്ഥ. ഇവനിപ്പോ മൂഞ്ചി. അഖിൽ മാരാറുമായിട്ടുള്ള വിഷയങ്ങൾ നമുക്കറിയാം. മാരാറിപ്പോ ഇരുന്ന് ഡാൻസ് കളിക്കുന്നതായിരിക്കും വീട്ടിൽ ഇരുന്ന്. എന്തായാലും കൊള്ളാം. ആകെ മൊത്തം ഷിയാസിന് ഒട്ടും നല്ല സമയമില്ല. ഇതിന്റെ ഇടയ്ക്കാണ് ഈ വിഷയം കുത്തിപ്പൊങ്ങുന്നതിന് 2 ദിവസം ബാക്ക് എന്റെ അണ്ണാക്കി വെച്ച് തോക്ക് കൂട്ടിക്കുന്നു ഇവൻ എനിക്ക് അയക്കുന്ന വോയിസ്. എനിക്കല്ല അയച്ച, വേറൊരാൾ വഴി എനിക്ക് അയച്ച സാധനമാണ്. എന്റെ അണ്ണാക്കി വെച്ച് തോക്ക് വെച്ച് കൂട്ടിക്കുന്നു. ഞാൻ അതെടുത്ത് കേസ് കൊടുത്തിരിക്കുമ്പോൾ വീണ്ടും മുഞ്ചെത്തുമായിരുന്നു. ഞാൻ പിന്നെ വിട്ട്, നമ്മളത് ജീള് കേസായിട്ടേ കണ്ടിട്ടുള്ളൂ. ഞാൻ കൊണ്ടുപോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവന്റെ എവിടെ നിന്ന് തോക്കെന്നുള്ള ചോദ്യം കൂടി വന്നിട്ട് ഇവൻ അതിന്റെ പേരിൽ അടുത്ത് വെള്ളം കുടിക്കേണ്ടി വന്നതന്നെ. മൊത്തത്തിൽ ഇവൻ മുഞ്ചുമായിരുന്നു. എന്തിന് വേണ്ട പോട്ട്. എന്തായാലും ഭാര്യ പറയുന്നത് കേൾക്കാം. ആരുടെ? ഷിയാസിന്റെ. അല്ല കൊറേ ഊറ്റി കൊറേ തിന്നിട്ട് ആ തള്ളനെയും ചവിട്ടി നാണുണ്ട നിങ്ങക്ക്. ഷിബയും ഉമ്മയും കൊറേ ഊറ്റിയല്ലോ. കഥയൊക്കെ നമുക്കറിയാം, കണക്കും നമുക്കറിയാം. നമ്മൾ ഊറ്റിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതൊക്കെ ഒന്ന് പറയും. കേട്ടല്ലോ, അതായത് നാണമില്ലേ കുറെ ഊറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംസാരമാണ്. പൈസ തള്ളേനെയും കൊണ്ട് നടന്ന ഒരു സംസാരം ഒന്നുകൂടി കേട്ടു. അല്ല കൊറേ ഊറ്റി കൊറേ തിന്നിട്ട് ആ തള്ളനെയും ചവിട്ടി നാണുണ്ട നിങ്ങക്ക്. ഷിബയും ഉമ്മയും കൊറേ ഊറ്റിയല്ലോ. കഥയൊക്കെ നമുക്കറിയാം, കണക്കും നമുക്കറിയാം. നമ്മൾ ഊറ്റിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതൊക്കെ ഒന്ന് പറയും. ഓക്കെ, 2 ദിവസം മുന്നെയാണ് ഡോണ്ട് വെറി നമ്മൾ കൂടേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇട്ടത്. ബേബി വി ആൾ ഹാവ് പ്രൂഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ഈ വോയിസ് വന്നതിന് ശേഷം ഇവർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു പ്രഗ്നന്റ് ആയിരുന്നു, ഇപ്പൊ പ്രസവിച്ചെന്ന് തോന്നുന്നു. അതിനുശേഷം ഡെലിവറി എന്തോ കഴിഞ്ഞ് കിടക്കുന്നതാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, വോട്ടവർ, അവരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അത് മാനിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ റെസ്റ്റ് എടുക്കുക. ഈ വോയിസ് ഒക്കെ വന്നതിന് ശേഷം ഇവരുടെ പ്രതികരണമൊന്നും വന്നിട്ടില്ല. അത് വന്നതിന് ശേഷം ഇവരുടെ പ്രതികരണം കേൾക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. കാരണം ഇത്രയും ഒരു വോയിസ് ഒക്കെ കേട്ടിട്ട് ഒരു ഭാര്യ അവനെ സപ്പോർട്ട് ചെയ്യുമോ? ഇതാണ് സ്വാഭാവികം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, കല്യാണത്തിന് മുന്നേ ഉള്ള വോയിസുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ, അത് വിട്ട് കളഞ്ഞിട്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നശിപ്പിക്കാതെ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ ഇവൻ
ഈ പൈസ തട്ടിപ്പടത്തിയില്ലേ, അതിലെനിക്ക് ഒരു യോജിപ്പുമില്ല. അതിൻ്റെ പേരിൽ ഇവനെതിരെ കേസെടുക്കണം. അല്ലാതെ കൺസെൻറ്റോടെ ഇഷ്ടത്തോടെ പരിപാടി ചെയ്തിട്ട് പിന്നെ വന്നിട്ട് അവൻ്റെ പേരിൽ മാത്രം കേസ് കൊടുക്കുന്ന പരിപാടി എനിക്ക് യോജിപ്പില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ പൈസ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ, കൺസെൻറ്റോട് കൂടി പരിപാടി നടത്തിയെങ്കിൽ, അവരെ പൈസ ലക്ഷങ്ങൾ തട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവനെതിരെ നടപടി എടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഷിയാസിൻ്റെ വോയിസ്, ഷിയാസ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ട് നോക്ക്. 5 ലക്ഷം രൂപ ലീസിന് വണ്ടി കിട്ടും, അതെടുത്താലും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. നൈറ്റ് 23-ാം തീയതി 24-ാം തീയതി ഞാനവിടെ എത്തൂല ഇൻഷാല്ലാ. വിളിക്കാം നമുക്ക്. മലപ്പുറം വിളിക്കാത്ത അത് ഞാനേ മലപ്പുറം വിളിക്കാത്തതൊന്നുമല്ല കേട്ടോ. എൻ്റെ കൂടെ ഫുൾ ടൈം ഗേൾഫ്രണ്ട്. ഞാൻ ഫുൾ ടൈം വീട്ടിലില്ല. ഞാൻ നോമ്പായിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല. പിന്നെ അവിടെ പോയാലും എൻ്റെ കൂടെ അവളുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. നോമ്പായിട്ട് വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ടാണ് വിളിക്കാത്തത്. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വീട്ടിൽ തന്നെ ഇരിപ്പാണ്. പരിപാടികളൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് വിളിക്കാത്തത്. ഓക്കെ, പക്ഷേ അത് നോമ്പൊക്കെ സംസാരിക്കാം. ഞാൻ വിളിച്ചായിരുന്നു, എടുത്തില്ല. അതുകൊണ്ട് മെസ്സേജാ. ഉമ്മ എൻ്റെ അടുത്ത് ഇപ്പം ഒന്ന് പറഞ്ഞു, അല്ല വേറെ. അപ്പോഴും ഞാൻ അയ്യോ അങ്ങനെയൊന്നും വിചാരിക്കില്ല. നമ്മളിന് കല്യാണം കഴിച്ചിട്ട് മാറിയിട്ടൊന്നുമല്ല. ഞാൻ നിൻ്റെ അടുത്തല്ല, ഇത് നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട ജീവിതം, അല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകില്ല. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ നല്ല തിരക്കാണ്. ഞാൻ ജിമ്മിൻ്റെ പണിയെടുക്കുന്നിടത്ത് ഓടി പണിയെടുക്കാണ്. ഫുൾ ടൈം അങ്ങോട്ട് ഇങ്ങോട്ട് കോട്ടത്തിലാണ്. അതുകൊണ്ടാണ്. പിന്നെ എനിക്കറിയില്ല നീ ഉറങ്ങാണോ എന്ത് ചെയ്യാൻ, നാട്ടിലല്ലോ സൗദിയിലല്ലേ. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. പിന്നെ എനിക്ക് നീ മെസ്സേജ് അയക്കാറില്ല. പിന്നെ ഞാനെങ്ങനെ എപ്പോഴും അയച്ചിട്ട് അയക്കാത്താണ്. നീ ദർഫയായിട്ട് വിഷയം തീർക്കോളൂ, അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. തടിച്ച നാട്ടിലും പട്ടണം ശരിയായിക്കോളൂ. നീ ദർഫയായിട്ട് വിഷയം തീർക്കോളൂ, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിങ്ങൾ രണ്ടാളും എനിക്ക് വേണം. ഞാൻ ജീവിക്കണേ നിങ്ങൾക്ക് വേണം. നീ അവളോട് മെസ്സേജ് അവളെ നീ ഇത് റിക്വസ്റ്റ് ഇട്ട് ഒരു മെസ്സേജ് അയച്ച് പറയട്ടെ കാര്യങ്ങൾ ജസ്റ്റ് സംസാരിക്കുക പ്ലീസ്. ഈ ജിമ്മോട് എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. എല്ലാവരും കൂടെ സന്തോഷത്തോടെ എല്ലാവരും വേണം എനിക്ക്. ദർഫ മാത്രമല്ല, നിങ്ങളെല്ലാവരും വേണം. ഞാൻ നിൻ്റെ പെരുമ്പാർക്ക് വീട് മാറുന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയാണ്. നിനക്കെന്ത് പ്രശ്നമാണ് ഞാൻ ഒന്ന് ഇടപെടാൻ വേണ്ടിയാണ്. എനിക്കെപ്പോഴും കോഴിക്കോട് കൂടി എത്താൻ പറ്റില്ല. ഞായക്ക് ഇത് കേട്ടോ 7 അത്യാവശ്യമായിട്ട് വേണം. ഒരു 1-2 ദിവസം ആണുള്ളൂ റെഡിയാക്കണം. മതി. നോക്ക്, 14 കഴിഞ്ഞിട്ട് മതി. ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. 14 കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. എന്നാ ഓക്കെ, സെറ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് പറ ഇൻഷാല്ലാ. എവിടെ വെച്ചാൽ കളക്ട് ചെയ്തോളാം, അല്ലെങ്കിൽ എത്തിക്കാൻ ഉച്ചയിലേക്ക് ഇൻഷാല്ലാ. ഓക്കെ, ഓക്കെ, ഗുഡ് നൈറ്റ്. നീ ദർഫയായിട്ട് വിഷയം തീർക്കോളൂ, അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. തടിച്ച നാട്ടിലും പട്ടണം ശരിയായിക്കോളൂ. നീ ദർഫയായിട്ട് വിഷയം തീർക്കോളൂ, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിങ്ങൾ രണ്ടാളും എനിക്ക് വേണം. ഞാൻ ജീവിക്കണേ നിങ്ങൾക്ക് വേണം. നിങ്ങൾ തന്നെ അവളോട് മെസ്സേജ് അവളെ നീ ഇത് റിക്വസ്റ്റ് ഇട്ട് ഒരു മെസ്സേജ് അയച്ച് പറയട്ടെ കാര്യങ്ങൾ ജസ്റ്റ് സംസാരിക്കുക. ഷിയാസൊരു വീരൻ തന്നെ, ഇല്ലെന്നൊന്നും പറയില്ല. എടേ, കോഴിത്തനമാണെന്ന് നമുക്ക് നേരത്തെ അറിയാം. കോഴിത്തനം ഇപ്പോൾ എല്ലാവരുടെ ഭാഗത്തുമൊക്കെ ഉണ്ടേ. ആണായാലും പെണ്ണായാലും കുറച്ച് കോഴിത്തനമൊക്കെ കാണും. പക്ഷെ നമ്മളൊരു ബന്ധത്തിലായി കഴിഞ്ഞാൽ, ഒരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണിക്കേണ്ട കുറച്ച് ജെന്യൂനിറ്റി ഉണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ക്വാളിറ്റി ഉണ്ട്. അത് കാണിക്കുക. അതുപോലെ ഒരു സമയത്ത് പരസ്പരം ഇഷ്ടത്തോടെ പരിപാടി ചെയ്തിട്ട് പിന്നെ വന്നിട്ട് മുഞ്ചിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇവിടെ ഷിയാസിൻ്റെ വോയിസുകൾ മാത്രമാണ് നമ്മളെല്ലാവരും കേട്ടത്. ഓപ്പോസിറ്റിൽ നിന്ന് അവൾക്ക് എന്താണ് പറയാനുള്ളത്, അവളുടെ വോയിസ് കേൾക്കണം. അവൾ ഈ സ്ഥാനത്തൊക്കെ ഇവന് എന്താണ് റിപ്ലൈ കൊടുത്തത്? നല്ല മറ്റേ ലെക്ചർ എടുക്കുന്ന പോലത്തെ വാക്കുകളൊന്നും ആയിരിക്കില്ലല്ലോ പറഞ്ഞത്. ഓപ്പോസിറ്റ് നിന്ന് നല്ല കുൽസിതം പറഞ്ഞാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു കേസിൽ പിന്നെ പൈസ തട്ടിപ്പ് അത് മൂഞ്ചിയ പരിപാടിയാണ് ചെയ്യാതെ. നിന്നെ കവാല നോക്കി അടിക്കേണ്ട പരിപാടിയാണ്. അത് നീ തെണ്ടിത്തനമാണ് നീ കാണിച്ചിട്ടുള്ളത്. എൻ്റെ അണ്ണാക്ക് തോക്ക് വെച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞല്ലോ. പിന്നെ നീ ഇന്റർനാഷണൽ ന്യൂസ് ചർച്ചാ വിഷയമായി മാറി. ഇത്രയ്ക്ക് കർമ്മ അടിച്ച കർമ്മയല്ല, ചുമ്മാ എന്തോ ഒരു സാധനം നിനക്കങ്ങ് അടിച്ച് കയറി. ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സുന ചേച്ചി വന്നിട്ടുണ്ട്. ഏത് രണാസുന ചേച്ചി. രണാസുന രംഗത്ത് വന്നിരിക്കുകയാണ്. അവർക്ക് വീട്ടിൽ വിളിച്ചൊക്കെ വന്ന് ഡിങ് ഡിങ് ഡിഗടകടി കിടക്ക് ഡിങ് ഡിങ് ഡിങ്ക ഡിങ്ക ഡിങ് 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 ഡിഗടകിടകിടകിടക്ക് ഡിങ് ഡിങ് ഡിങ്ക. ഓക്കെ, എന്തായാലും ഇവൻ്റെ വൈഫിൻ്റെ അവസ്ഥയാണ് പരിതാപകരമാണ്. പ്രസവം എന്തോ കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ആ ഒരു സമയത്തിന് ഇങ്ങനത്തെ ഒരു ന്യൂസ് കാര്യങ്ങൾ. നിങ്ങൾ ഓക്കെ ആയിട്ടിരിക്കുക കേട്ടോ. എല്ലാവരും എനിക്കൊരൊന്നും കൂടുതൽ പറയാനില്ല. മാനസികമായിട്ട് തളരരുത്. പിന്നെ ഭർത്താവിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ വരാതിരിക്കുക.
വോയിസും വീഡിയോ ഒക്കെ ആയിട്ട് എവിടെ കൂടി നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ചുമ്മാ നിങ്ങൾക്കും കൂടി കയറി അങ്ങ് പോവാം. കാരണം നാട്ടുകാർ മൊത്തം എടുത്ത് പൊങ്കാലിട്ടോണ്ടിരിക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് കിടകൂടാതെ കുറച്ച് വരരുത്. പിന്നെ 45 വയസ്സ് ചേച്ചി ആരായാലും ചേച്ചി കൊള്ളാം, നല്ല അടിപൊളി ചേച്ചിയാണ്, വേറൊന്നും കൊണ്ടല്ല, നല്ല 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 ക്യാരക്ടർ. ഇവൻ്റെ അവിടെയൊക്കെ പോയി കിടന്ന് പരിപാടികളും കഴിഞ്ഞിട്ട് അവസാനം ഞാൻ ഒന്നും പറയാനില്ല, എനിക്ക് പുച്ഛമാണ് കേട്ടോ, എനിക്ക് പുച്ഛമാണ് നിങ്ങളടുത്ത്. വല്ലവനും പൈസ ചോദിച്ചു കഴിഞ്ഞാൽ എടുത്ത് പോയി തട്ടിക്കൊടുക്കുക. എന്തുവാണ് ഏടേ, എനിക്ക് വല്ലതും താടേ. എനിക്ക് ഈ 65 വേണ്ട, ഒരു 5 ലക്ഷം രൂപ വേറെ അത്യാവശ്യമൊന്നുമില്ല, ചുമ്മാ ഒരു വഴിക്ക് വേണമല്ലോ ഇരിക്കട്ടെ ചിലവന് കോപ്പുകൾ. ഇനി രണാസുന പറയുന്ന കേട്ടോ നോക്കാം. ഷിയാസ് എൻ്റെ 2-3 വയസ്സ് മൂത്തതാണ്, പക്ഷെ എൻ്റെ അനിയൻ തന്നെയാണ് ഷിയാസ്. അച്ഛൻ എന്ന് പറയത്തുണ്ട്, 2 വയസ്സ് മൂത്തതാണ്, അനിയനായിട്ട് കാണും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അലിഗേഷൻസും ഈ വിവാദങ്ങളും എന്തെങ്കിലും ഈ പറയുന്ന എല്ലാവരും മാന്യന്മാരും പിന്നെ എല്ലാവരും ഈ കുറ്റം പറയുന്നവരെല്ലാവരും പെർഫെക്റ്റ് ആണ്. അതിനെ എന്നെ പറ്റി കണ്ടില്ല പറഞ്ഞു എന്തൊക്കെയാണ് ഷിയാസ്കരീനെതിരെ വരുന്ന ഗുരുതര ആരോപണങ്ങളുണ്ടല്ലോ, ഷിയാസ്കരീൻ നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും ഈ തെളിവുകളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നു. ഷിയാസ് എന്ന് പറയുന്നത് എന്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത് അനിയൻകുട്ടൻ എന്നാണ് സുഹൃത്തുക്കളെ പറയുന്നത്. പിന്നെ 3-4 പ്രാവശ്യം കണ്ടു. ലാസ്റ്റ് കണ്ടത് മെഡിക്കൽ ഹോസ്പിറ്റലിൽ വെച്ച് ഡെലിവറി വൈഫിന്റെ കണ്ടായിരുന്നു. ഞാനൊരു ട്രീറ്റ്മെന്റിന് പോയതാണ്. അപ്പം എനിക്ക് നിനക്കെന്താടി ആ ഹോസ്പിറ്റലിൽ ഒരു ട്രീറ്റ്മെന്റ്? അതിരിക്കട്ടെ, അനിയൻകുട്ടൻ എന്ന് പറയുന്നുണ്ടല്ലോ, അച്ഛൻ എന്ന് പറയാത്ത നന്നായി കേട്ടോ. എന്തായാലും സപ്പോർട്ടായിട്ട് വന്ന ആള് കൊള്ളാം. ഉള്ള എയറിൽ നിന്ന് വീണ്ടും ഷിയാസ് എയറിലേക്ക് പോവുകയാണ്. ടാറ്റ, നിനക്ക് സപ്പോർട്ടായിട്ട് വന്ന സാധനം സൂപ്പർ അടിപൊളി. ഇവളെ പറ്റിയിട്ടുള്ള ആരോപണങ്ങൾ തീർക്കാൻ സമയമില്ലാതെയാണ് അവൾ ഇരിക്കുന്നത്, അതിൻ്റെ ഇടയിൽ കൂടിയാണ് നിനക്ക് അവള് സപ്പോർട്ട്. കൊള്ളാടാ, നല്ലതാ. ഇവളെ കുറിച്ച് എന്തൊക്കെ അലിഗേഷനാണ് കിടക്കുന്നത്, ഒന്നും മിണ്ടുന്നില്ല, അണ്ണാക്കി പിരിവിട്ടിരിക്കുകയാണ്. അലിഗേഷൻസിന്റെ പൂരം, സ്വർണ്ണക്കടത്ത്, അടുത്ത് ചാറ്റ്, കുറേ ഉണ്ട്. ഇതിനെല്ലാം മറുപടി കൊടുക്കാൻ പറ്റാതെ കിടന്ന് ഉരുണ്ടും പെരണ്ടും തള്ളി മറിച്ചും കിടന്ന് ഉരുളുക. ഞാൻ പിന്നെ കണ്ടു, കുറേ വീഡിയോസ് കണ്ടു, കുറേ പേര് എനിക്ക് അയച്ചു തന്ന്, കുറേ ഞാൻ അല്ലാണ്ട് കണ്ട്. എനിക്ക് വയ്യ ചെയ്യാൻ, അതുകൊണ്ടാണ് ഞാൻ വിട്ടത്. പിന്നെ ഇത് കണ്ടപ്പോൾ ഈ കൂട്ടത്തിൽ കയറ്റി വിടണമെന്ന് തോന്നി. ബാക്കി പണ സൂചിച്ചേട്ടനുള്ള സമയത്ത് ഇങ്ങനെ ഒരു ലക്ഷങ്ങൾ മേടിച്ചു എന്നൊക്കെ പറഞ്ഞൊരു സംഭവം നടന്നല്ലോ. കടം മേടിച്ചു, അത് മേടിച്ചു, ഇത് മേടിച്ചു. അത് ആ ഒരു സിറ്റുവേഷൻ അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവും. അതിനകത്ത് എന്താ സത്യം നമുക്ക് നമ്മൾ എന്തായാലും അതിനകത്ത് ഉൾക്കൊള്ളുന്നവരല്ല. മനസ്സിലായോ? ഞാൻ ആ ഫാമിലി പെട്ടതുമല്ല. എനിക്ക് കാണുമ്പോൾ സ്നേഹമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അനിയനാണ്, എൻ്റെ സുധീച്ചേട്ടൻ്റെ അനിയൻ്റെ സ്ഥാനമാണ് ആൾക്ക്. ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ്, എൻ്റെ ഒരു അനിയനാണ്. ഫാമിലിയായിട്ട് സ്നേഹിക്കുന്നത്, അവരുടെ ഫാമിലി ഫുൾ സപ്പോർട്ടില്ലേ. പിന്നെ അതിനകത്ത് സത്യം എന്താ പറയുക, ആ ഒരു നെഗറ്റീവിനകത്ത് സത്യം കാണത്തില്ല, അവരുടെ ഭാഗത്തായിരിക്കും സത്യം. നമുക്ക് അറിയില്ലല്ലോ ഇതെന്താ സംഭവിച്ചത്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിന്റെ അഭിപ്രായം നിനക്കറിയില്ലേ, നീ പിന്നെ എന്നാത്തിന് അഭിപ്രായം പറഞ്ഞത്? പൈസ അത് കടം വാങ്ങിയതായിരിക്കും. കാരണം കടം വാങ്ങി നാട്ടുകാരെ മുഞ്ചിച്ചുള്ള ശീലമാണല്ലോ നിനക്ക്. അതുകൊണ്ട് നിനക്കത് കണക്റ്റ് ആവും. അത് കടം വാങ്ങിയതായിരിക്കും, ഓരോരുത്തർ സാഹചര്യമല്ലേ. അയ്യോ, തള്ളോട് തള്ളു. ഇനി ഷിയാസേ, നമുക്ക് മറ്റേ വോയിസും കൂടി കേൾക്കാം. അങ്ങനെ കൊറേ ഊറ്റി കൊറേ തിന്നിട്ട് ആ തള്ളനെയും ചവിട്ടി നാണുണ്ട നിങ്ങക്ക്. ഷിബയും ഉമ്മയും കുറെ ഊറ്റിയല്ലോ, കഥയൊക്കെ നമുക്കറിയാം, കണക്കും നമുക്കറിയാം. നമ്മൾ ഊറ്റിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതൊക്കെ ഒന്ന് പറയും. നിങ്ങൾ രണ്ടാളും എനിക്ക് വേണം. ഞാൻ നിന്റെ പെരുമ്പാർക്ക് വീട് മാറുന്നൊക്കെ പറഞ്ഞു, എനിക്ക് നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയാണ്. ആയിക്കോട്ടെ, നീ സ്റ്റാറ്റസ് നിന്റെ സാമാൻ അടിച്ചാൽ പൊളിക്കും. ഞാൻ പറഞ്ഞാണ് ജസ്റ്റ് ടോക്കും മാത്രമല്ല, ശ്രദ്ധിക്കുന്നു പറഞ്ഞാണ്. നീ ലവ് ചെയ്യുന്ന അതിൽ ഇടണ്ടാന്നാണ് അധികം. അത് നിന്റെ വില പോകും. എനിക്ക് ലവ് ഉണ്ടെങ്കിൽ നിന്റെ വായനം തരുന്നുണ്ട്, കുടിച്ചോ. എനിക്കൊരു കല്യാണത്തിന് ഒരു ഓടി ഉപയോഗിക്കണം, റെഡ് വണ്ടി. 5 ലക്ഷം രൂപ ലീസിന് വണ്ടി കിട്ടും. അതെടുത്താലും ഇങ്ങനെ ആലോചിക്കേണ്ടത്. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. 23-ാം 24-ക്ക് ഞാൻ അവിടെ എത്തൂല ഇൻഷാല്ലാ. വിളിക്കാം നമുക്ക്. മലപ്പുറം അത് ഞാനേ മലപ്പുറം വിളിക്കാത്തതൊന്നല്ല കേട്ടോ. എൻ്റെ കൂടെ ഫുൾ ടൈം ഗേൾഫ്രണ്ട്. ഞാൻ ഫുൾ ടൈം വീട്ടിൽ നോമ്പായിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല. പിന്നെ അവിടെ പോയാലും എൻ്റെ കൂടെ അവൾ ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, നോമ്പായിട്ട് വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ടാണ് വിളിക്കാത്തത്. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വീട്ടിൽ തന്നെ ഇരിപ്പാണ്, പരിപാടികളൊക്കെ കുറവാണ്, അതുകൊണ്ടാണ് വിളിക്കാത്തത്. ഓക്കെ, നോമ്പ് പറയുമ്പോൾ സംസാരിക്കാം. ഞാൻ വിളിച്ചായിരുന്നു, എടുത്തില്ല, അവന് മെസ്സേജാ. ഉമ്മ എൻ്റെ അടുത്ത് ഇപ്പം പറഞ്ഞു, അല്ല പറഞ്ഞു. അപ്പോഴും ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കില്ല, നമ്മള് കല്യാണം കഴിച്ചിട്ട് മാറിയിട്ടൊന്നുമല്ല. ഞാൻ നിന്റെ അടുത്തല്ല, ഇത് നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട ജീവിതം, അല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകില്ല. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കണേ. പിന്നെ ഞങ്ങൾ തിരക്കാണ്. ഞാൻ ജിമ്മിന്റെ പണിയെടുക്കുന്നിടത്ത് ഓടി പണിയെടുക്കാണ്, കുട്ടി അങ്ങോട്ട് കോട്ടത്തിലാണ്. അതുകൊണ്ടാണ്. പിന്നെ എനിക്കറിയില്ല നീ ഉറങ്ങാണോ, നാട്ടിലല്ലോ, സൗദിയിലല്ലേ, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. പിന്നെ എനിക്ക് നീ മെസ്സേജ് അയക്കാറില്ല, പിന്നെ ഞാനെപ്പോഴും അയച്ചിട്ട് അയക്കാത്താണ്. നീ ഡെഫിനറ്റ് വിഷയം തീർക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക്
അത് കുഴപ്പമില്ല. തടിച്ച നാട്ടിലും പട്ടണം ശരിയായിക്കോളും. നീ ദർഫയായിട്ട് വിഷയം തീർന്നോട്ടോ, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിങ്ങൾ രണ്ടാളും എനിക്ക് വേണം. ഞാൻ ജീവിക്കണേ നിങ്ങളൊക്കെ വേണം. നിങ്ങൾ അവളുടെ അടുത്ത് മെസ്സേജ് അവളെ നീ ഇത് ചെയ്ത് റിക്വസ്റ്റ് ഇട്ട് മെസ്സേജ് അയച്ച് പറയട്ടെ കാര്യങ്ങൾ ജസ്റ്റ് സംസാരിച്ച് പ്ലീസ്. ഈ ജിമ്മോടെ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാ. എല്ലാരും കൂടെ സന്തോഷത്തോടെ എല്ലാരും വേണം എനിക്ക്. ദർഫ് മാത്രമല്ല, നിങ്ങൾ എല്ലാരും വേണം. ഞാൻ നിന്റെ അടുത്ത് പെരുമ്പാവൂർക്ക് വീട് മാറുന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയാണ്. നിനക്ക് എന്ത് പ്രശ്നം വന്ന് ഞാൻ ഇവിടെ വന്ന് ഇടപെടാൻ വേണ്ടിയാണ്. എനിക്ക് എപ്പോഴും കോഴിക്കോട് ഓടി എത്താൻ പറ്റില്ല. ഞായക്ക് ഇത് കേട്ടോ 7 അത്യാവശ്യമായിട്ട് വേണം. ഒരു 1-2 ദിവസം അതിനുള്ളിൽ റെഡിയാക്കണം. മതി. നോക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് മതി. ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് സത്യം ടെൻഷൻ ഉണ്ട്. കാര്യം ദർഫ നിങ്ങളെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാതിരിക്കുമല്ലോ. കാര്യം ദർഫനേക്കാൾ മുമ്പ് ഞാൻ നിന്നെ പരിചയപ്പെട്ടതാണ്. അപ്പൊ പിന്നെ എനിക്ക് നീയാണ് ഇമ്പോർട്ടന്റ്. അത് ഒരു കാര്യം മനസ്സിലായോ? അപ്പൊ അവളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളോട് ചോദിക്കും. പള്ളിയിൽ പോയി ഫുഡ് കഴിച്ച് ഉദ്ഘാടനം റെഡി ആവണോ? ഞാനൊരു 7 മണി 7:30 ആവുമ്പോൾ വീട്ടിൽ വരും. എന്നിട്ട് ഞാൻ കണ്ണൂർ പോകും. അൽഹംദുലില്ലാ ഞാൻ നോക്കിയാണ് പോയത്. ഞാൻ ബാലൻസ് അയച്ചില്ലോ, മറന്നാ? ഷഡ് ഇടാറില്ല എന്ന് പറഞ്ഞു. ഫ്രിഡ്ജ് ഞാന് ഓഫ് ചെയ്തില്ല കേട്ടോ. ഫ്രിഡ്ജ് ഓഫ് ചെയ്യാൻ വിട്ടുപോയേ. അൽഹംദുലില്ലാ ഞാൻ നോക്കിയാണ് പോയത്. അപ്പൊ അവരെവിടെ നോക്കിയതിനെ IBC അങ്ങനെ വരും. അള്ളാ, അപ്പൊ എങ്ങനെയാ 25 എനിക്ക് ഒന്നും ആവില്ല കേട്ടോ. അയ്യോടാ 25 ഒന്നും ആവില്ല. കുറെ 25 വെച്ചാക്കി എനിക്കൊന്നും ആകത്തില്ല, തികയത്തില്ല. ഷെഡിയുടെ തയ്ക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ, എന്തുവാടേ ഇത്? ഓക്കെ, ഇത് ഞാൻ പറഞ്ഞില്ലേ, അവൻ പറയുന്ന കുറെ കുൽസിതങ്ങളോ അവൻ പറയുന്ന കുറെ കാര്യങ്ങളോ മാത്രമാണ് നമ്മൾ കേട്ടത്. എവള് പറഞ്ഞിട്ടുള്ളതൊന്നും നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ 45 വയസ്സായ ഇവക്ക് ഇവന്റെ അടുത്ത് എന്ത് കാര്യം എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബീഫിന്റെ പ്രശ്നം അവൻ അണ്ണാക്കി കിട്ടി, അത്രേ ഉള്ളൂ. മൊത്തത്തിൽ മൂഞ്ചി. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കല്യാണത്തിന് ശേഷം ഈ ബന്ധം തുറന്നിട്ടുണ്ടെങ്കിൽ തുടരാമെന്ന് വാക്കൊക്കെ കൊടുത്ത്, എനിക്ക് നിങ്ങൾ എല്ലാവരും വേണം, 2 പേരും വേണം, 3 പേരും വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഈ ബന്ധം തുറന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും യോജിപ്പില്ല. അതാണെങ്കിൽ നമ്മൾ വലിച്ചീറി ഒട്ടിക്കേണ്ട കേസ് തന്നെയാണ്. പിന്നെ അവസ്ഥ മനസ്സിലാവൂടാ, അവസ്ഥ എനിക്ക് മനസ്സിലാവും, സ്വാഭാവികം. ഓക്കെ, ഇനി നമ്മുടെ ബൈജു അണ്ണായി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യമുണ്ട് ഇവന്റെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കേട്ടു നോക്കുക. പ്രിയപ്പെട്ടവരെ നോക്കൂ, രാവിലെ മുതൽ ഈ സമയം വരെ എനിക്ക് എൻ്റെ DM-ൽ വന്ന് നിറയുന്ന മെസ്സേജുകൾക്ക് കണക്കില്ല. ഷിയാസ് കരീമിന് എന്തു പറ്റി? നിങ്ങളുടെ അടുത്ത സുഹൃത്തല്ലേ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാത്തത്? നിങ്ങൾ റെസ്പോൺസിബിൾ പേഴ്സൺ അല്ലേ? നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിലൂടെ തരുന്ന സത്യങ്ങൾ ആസ്വദിക്കുന്നവരാണ് ഞങ്ങൾ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ എൻ്റെ DM-ൽ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ ഷിയാസ് കരീമിനിട്ട മെസ്സേജിന് താഴെ വന്ന് ഒരുപാട് പേർ തെറി കമൻറ്റുകൾ അടക്കം നൽകിക്കൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത്, അവൻ എൻ്റെ ഫ്രണ്ടാണ്, അവൻ എൻ്റെ ഏറ്റവും അടുത്ത അനിയൻ കൂടിയാണ്. ഷിയാസ് കരീം എന്ന് പറയുന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നിയമത്തിന് മുമ്പിൽ ശിക്ഷിക്കപ്പെടണം. ഇനി തെറ്റ് ചെയ്തത് ആ സ്ത്രീയാണെങ്കിൽ അവരും ശിക്ഷിക്കപ്പെടണം. ഒരു സുഹൃത്തായതുകൊണ്ടോ ഒരു അനിയനായതുകൊണ്ടോ അല്ല അവനെതിരെ ബൈജൂസ് ബ്ലോഗ് വീഡിയോ ചെയ്യാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. ഇന്ന് ഷിയാസ് കരീമിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ്, അതിനേക്കാൾ വിശ്വസനീയമായ പല ഓഡിയോ ക്ലിപ്പുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളുടെ പക്കലുള്ള ഈ ഓഡിയോ ക്ലിപ്പുകളൊന്നും പുറത്തുവിടാത്തത് ഇന്ത്യൻ നിയമപ്രകാരം ഒരു സ്ത്രീയുടെ പേരോ ഐഡന്റിറ്റിയോ പുറത്തു പറയരുത് എന്നുള്ള നിയമത്തിന്റെ അനുശാസന പ്രകാരമാണ്. ഞങ്ങൾ ആ മാന്യത കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയട്ടെ, ഇവർക്കെതിരെയുള്ള കൃത്യമായ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. ഒരു സുഹൃത്തിനെ അപകടങ്ങളിൽ, അവന്റെ വിഷമഘട്ടങ്ങളിൽ അവന്റെ കൈകൾ പിടിക്കുന്നതിന് പകരം അവനെ ചവിട്ടിത്താഴ്ത്താൻ ഞാനെന്ന വ്യക്തിക്കോ എൻ്റെ മനുഷ്യത്വത്തിനോ സാധിക്കില്ല. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോകൾ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ 100% ഉറപ്പിൽ ഞാൻ പറയാം, ഇതിന്റെ ഒരു ഭാഗം മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ആ ഭാഗം തന്നെ സത്യമാണോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഷിയാസ് കരീമിനെ കൊടുക്കാൻ മാത്രം തെളിവായ ആ ഓഡിയോ ക്ലിപ്പിന് തെളിവായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഒരൊറ്റ ഓഡിയോ ക്ലിപ്പ് മതിയാവും. അതെ, അത് സത്യസന്ധമാണ്, ഉറപ്പാണ്, ആ വ്യക്തിയുടെ ശബ്ദമാണ്. അത് ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നത്, ഈ സാമ്പത്തിക വിഷയത്തിൽ ഷിയാസ് നിരപരാധിയാണ് എന്ന്. ഇനി എന്തു പറഞ്ഞാലും അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ തിരുത്താൻ ഞാനെന്ന സുഹൃത്തിന്, ഞാനെന്ന സഹോദരന് ബാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് അവനൊരു തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് തിരുത്തേണ്ടത് നമ്മുടെ സമൂഹമാണ്, നമ്മൾ ഒന്നടങ്കമാണ്. എന്തായാലും തെറ്റ് ചെയ്യാത്തവരാരും തന്നെ ഇല്ല. ഈ വീഡിയോയുടെ അടിയിലും ഒരുപാട് തെറി കമൻറ്റുകൾ വരും.
തെറ്റ് ചെയ്യാത്തവർ ഈ കമന്റിനടിയിൽ വന്ന് കല്ലെറിയട്ടെ. ഷിയാസിന്റെ കല്യാണത്തിന് മുമ്പേ നടന്നൊരു വിഷയമാണിത്. കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഇപ്പൊ 2 വർഷമായി. 2 വർഷങ്ങൾക്ക് മുമ്പേ നടന്നൊരു സംഭവം ഇപ്പോൾ കുത്തിപ്പൊക്കാൻ കാരണം ആരാണ്? അപ്പോഴാണ് ഞങ്ങളുടെ ഒരു സംശയം ഇങ്ങോട്ട് പോയത്. എന്നെ കണക്ക് പെണ്ണ് പിടിച്ചിട്ടല്ല കേട്ടാ ഈ തൊലിക്കാൻ വെറുതെ ഷിയാസേ. നീ നാറുവേ. എൻ്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയത് നീ പെണ്ണ് പിടിച്ച കേസിൽ. നിന്നെ നാട് മുഴുവൻ നീ ഓത്ത് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കേസുകൾ മൊത്തം എൻ്റെ കിടപ്പുണ്ട്. ഇതിൽ 2 പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ ഒരു പരാതി പിടിപ്പിച്ചാൽ മതി, നീ അകത്താന്നേ. 2 പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ ഒരു പരാതി പിടിപ്പിച്ചാൽ മതി, നീ അകത്താന്നേ. സത്യം ജയിക്കട്ടെ, സത്യം മാത്രം ജയിക്കട്ടെ. ഓക്കെ, അത് കൺഫേം ആണ്. ബീബി കേസിൽ ഇവന് കൊടുത്ത പണിയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പൈസ തട്ടിപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ തെളിയണം, തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ മൂഞ്ചണം. അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഇതിന്റെ മറു സൈഡിലുള്ള വോയിസ് കുറച്ച് ഞാനും കേട്ടു. കുറച്ച് വോയിസ് കാര്യങ്ങളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്, എൻ്റെ കയ്യിൽ കിട്ടി. അതുകൊണ്ടാണ് എനിക്ക് തീർത്തും ഇതെടുത്തിട്ട് അടിക്കാൻ തോന്നാത്തത്. എൻ്റെ മനസാക്ഷി എനിക്ക് സമ്മതിക്കുന്നില്ല. കാരണം അപ്പുറത്ത് നിന്ന വ്യക്തി ചെയ്തിട്ടുള്ള കുറേ പേക്കൂത്തുകളുണ്ട്. അതുകൊണ്ട് 2 ഭാഗത്തും മിസ്റ്റേക്കുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തീർത്തും വലിച്ചു കീറി ഒട്ടിക്കാത്ത ഷിയാസ്. അല്ലെങ്കിൽ നിന്നെ ഞാൻ ഫ്ലാറ്റ് ആക്കിയേനെ. ഉള്ള കാര്യം പറയാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമന്റ്.